സിയാണ് കേട്ടോ. ഇന്നതാ നോമ്പിൻ്റെ 2ാം ദിവസം പകുതി ആയിട്ടുണ്ട്. എനിക്ക് നോമ്പുണ്ട് കേട്ടോ. ഈ വീട്ടുകാർക്ക് ഒരു ദയ പോലും ഇല്ല കേട്ടോ നമ്മളോട്. ഭയങ്കര 8ൻ്റെ പണിയാണെന്ന്. എന്തോ സ്പെഷ്യൽ ഐറ്റമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. നിങ്ങളെല്ലാവരും നോമ്പെടുത്തുക്കണോ? ക്ഷീണുണ്ടോ? എനിക്ക് നല്ല ക്ഷീണുണ്ട് ഗൈസ്. അവരെ സഹായിക്കാനൊന്നല്ല കേട്ടോ അടുക്കളയിൽ കയറിയത്. എനിക്ക് നോമ്പ് പറഞ്ഞതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻറ്റീൻ ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ കയറിയത്. ഇതാ മുന്തിരി വെച്ചിട്ട് ഇത്തിരി എടുത്തിട്ടുള്ളൂ. എങ്ങാനും ഫ്ലോപ്പായി വരെ കഴിയുമ്പോൾ ചീത്തയൊക്കെ ഉണ്ടല്ലോ. ആദ്യം നല്ലോണം കഴുകി ഗ്രേപ്സ് എടുത്തിട്ട് വെള്ളം പോയതിന് ശേഷം ഒരു ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് ഇത്തിരി ഹാഫ് ലെമൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര സിമ്പിളാട്ടോ ഉണ്ടാക്കാൻ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലേ. എനിക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെതാ ഇങ്ങനെ 2-3 ഇട്ടിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്ത ഗ്രേപ്സ് ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. ഗൈസ് ഫുള്ള് ഗ്രേപ്സ് ഞാനിങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ ആനക്കൊടുക്കാനുള്ള ഉരുള ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതാണ് തേങ്ങാമുറി. ഇവിടെ തേങ്ങാമുറി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുമെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കലല്ലോ കേട്ടോ. ഫ്രീസറിൽ 3-4 മണിക്കൂർ വെക്കണം. ക്യാൻറ്റീൻ ഉണ്ടാക്കിയതിന് ശേഷം മുങ്ങാന്ന് വിചാരിച്ച്, പക്ഷെ ഇവിടെ ഉള്ളവരെ സമ്മതിച്ചില്ല. പണി തന്നു ഗൈസ്. എന്താ ബനാന കേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ. ഇന്നലെ ക്യാരറ്റ് കേക്ക്, ഇന്ന് ബനാന കേക്ക്, നാളെ ആപ്പിൾ കേക്ക് ആയിരിക്കും. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആരൊക്കെയുള്ള ഉരുള. പക്ഷെ ഇതിന്റെ പേര് തേങ്ങാമുറി എന്നാണ് കേട്ടോ. ഇതിനി പൊരിച്ചെടുക്കണം. ഇതാണ് കേട്ടോ നമ്മളെ തേങ്ങാമുറിന്റെ ഫൈനൽ റിസൾട്ട്. നിങ്ങളെ നാട്ടിൽ തേങ്ങാമുറി എന്നാണോ പറയല്? കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കലുണ്ടോ? പിന്നെതാ ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോമ്പ് പറഞ്ഞിട്ട് തിന്നാം. ഇന്ന് പ്രതീക്ഷിക്കാത്തൊരു സ്നാക്സും കൂടി ഉണ്ട് കേട്ടോ. കട്ട്ലേറ്റ് ആണേ. ഏകദേശം ടൈം ആയിക്കോളും കേട്ടോ. ഗൈസ് നോമ്പൊക്കെ തുറന്നു. ഉഷാറായിട്ട് നോമ്പൊക്കെ തുറന്നു. നമ്മളെ ബനാന കേക്ക് ഇതവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങാമുറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടമായി. അപ്പൊ ഗൈസ് നമ്മളെ ക്യാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ എനിക്ക് സൗണ്ട് ഏൽപ്പിച്ചു തരാം കേട്ടോ. കണ്ടോ ഇങ്ങനെ ഫ്രീസ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിതാ ഇതെടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കാം. കുഴപ്പമൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. ഇതൊറ്റയടിക്ക് കഴിക്കരുത്, പല്ല് പോണ വഴി അറിയില്ല. ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ പല്ലിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ. ഇത് ഇതിനെക്കാട്ടി ഉറപ്പാണെന്നാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടത്. ഫ്രീസറിൻ്റെ ടൈപ്പാണ്, ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ടൈപ്പാണെന്ന് അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.